സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ച നിങ്ങളുടെ സോഴ്സുകളിലെ ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. അക്കൗണ്ടിങ്ങിലെ ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റുകൾ. നമ്മൾ നോക്കുന്നത് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 ആണ്. അപ്പോൾ ഈ പറയുന്ന ആസറ്റുകൾ, അതായത് കുറേ കാലം ഉപയോഗിക്കുന്ന, നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ആസറ്റുകൾ, അവയെ എങ്ങനെ തിരിച്ചറിയണം, എങ്ങനെ അളക്കണം, പിന്നെ അതിൻ്റെ മൂല്യത്തകർച്ച, ഡിപ്രീസിയേഷൻ എങ്ങനെ കണക്കാക്കണം, അതുപോലെ ഗവൺമെൻറ് ഗ്രാൻഡ് കിട്ടിയാൽ എന്ത് ചെയ്യണം, ലോൺ എടുത്തുണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പലിശ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, അങ്ങനെ കുറേ കാര്യങ്ങൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ IAS 16, IAS 20, IAS 23, IAS 40 ഈ സ്റ്റാൻഡേർഡ്സ് എന്താണ് പറയുന്നതെന്ന് ഒന്ന് ലളിതമായിട്ട് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ശരിക്കും ഈ ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റുകൾ? IAS 16 എന്താ പറയുന്നത്? IAS 16 അനുസരിച്ച് ഇവ എന്ന് പറഞ്ഞാൽ ഭൗതിക രൂപമുള്ള, അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകളാണ്. ഒരു സ്ഥാപനം ഇത് കൈവശം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഗുഡ്സോ സർവീസോ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് വിതരണം ചെയ്യാൻ, ചിലപ്പോൾ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാനാവാം, അല്ലെങ്കിൽ സ്വന്തം അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാവാം. ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിംഗ് പീരീഡിൽ, അതായത് ഒന്നിലധികം വർഷം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവയായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ബിൽഡിംഗ്, മെഷീനറി, വണ്ടികളൊക്കെ. ശരി. അപ്പോൾ ഒരു കമ്പനി എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അസറ്റിനെ, ഈ പറയുന്ന PPE, പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ്, അതിനെ എപ്പോഴാണ് അവരുടെ ബുക്സിൽ കാണിക്കേണ്ടത്? അതിന് വല്ല കണ്ടീഷൻസും ഉണ്ടോ? തീർച്ചയായും. 2 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ IAS 16 പറയുന്നുണ്ട്. ഒന്ന്, ആ അസറ്റ് കൊണ്ട് ഭാവിയിൽ കമ്പനിക്ക് സാമ്പത്തിക നേട്ടം, അതായത് ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ടായിരിക്കണം. നല്ല സാധ്യത, പ്രോബബിൾ ആയിരിക്കണം. 2, അത് വാങ്ങാനോ ഉണ്ടാക്കാനോ വന്ന ചിലവ്, കോസ്റ്റ്, നമുക്ക് വിശ്വസനീയമായിട്ട് അളക്കാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റണം. ഈ 2 കണ്ടീഷൻസും എന്തിനാണ് ഇത് ഇത്ര നിർബന്ധമാക്കുന്നത്? അതിന്റെ കാരണം, ശരിക്കും പറഞ്ഞാൽ ഭാവിയിൽ വലിയ പ്രയോജനമൊന്നും കിട്ടാത്ത സാധനങ്ങൾ, അല്ലെങ്കിൽ എത്ര രൂപയായി എന്ന് കറക്റ്റ് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അസറ്റായി കാണിച്ച്, എന്താ പറയാ, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പെരുപ്പിച്ച് കാണിക്കാതിരിക്കാനാണ്. ഒരു റിയൽ വാല്യൂ ഉണ്ടാവണം, ഭാവിയിലൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരിക്കണം, ആ കോസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാനും പറ്റണം. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഈ അസറ്റിന്റെ ആദ്യത്തെ കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ്, അതെങ്ങനെയാ കണക്കാക്കുക? എന്തൊക്കെ അതിൽ വരും? തുടക്കത്തിൽ ഒരു PPE അതിന്റെ കോസ്റ്റിൽ തന്നെ കാണിക്കണം. ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വാങ്ങിയ വില, പിന്നെ തിരിച്ച് കിട്ടാത്ത ടാക്സ്, ഡ്യൂട്ടികളുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടാതെ ആ അസറ്റിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടീഷനിലും ലൊക്കേഷനിലും എത്തിക്കാൻ നേരിട്ട് വരുന്ന എല്ലാ ചിലവുകളും, സൈറ്റ് റെഡിയാക്കുന്ന കാശ്, ഡെലിവറി ചാർജ്, ഇൻസ്റ്റോൾ ചെയ്യുന്ന ചിലവ്, ഇതൊക്കെ വരും. നിങ്ങളുടെ സോഴ്സിൽ ഒരു ഉദാഹരണം കണ്ടു, ഇലസ്ട്രേഷൻ 1. അതിൽ പറയുന്നത് ആ അസറ്റ് ഉപയോഗം കഴിഞ്ഞ് പൊളിച്ചു നീക്കാനും സ്ഥലം ക്ലിയർ ചെയ്യാനും ഒക്കെ ഭാവിയിൽ ചിലവ് വരുമെങ്കിൽ അതിന്റെ ഇന്നത്തെ വില, പ്രസന്റ് വാല്യൂ, അതും ഈ കോസ്റ്റിൽ കൂട്ടണമെന്ന്. അതെങ്ങനെയാ? റിമൂവൽ കോസ്റ്റ് വരും. ചിലപ്പോ ആ സ്ഥലം പഴയപടിയാക്കേണ്ടി വരും. അങ്ങനെ ഒരു ബാധ്യത, ഒരു ഓബ്ലിഗേഷൻ കമ്പനിക്ക് ഉണ്ടെങ്കിൽ ആ ഭാവിയിൽ വരാൻ പോകുന്ന ചിലവിന്റെ ഇന്നത്തെ മൂല്യം, പ്രസന്റ് വാല്യൂ കണക്കാക്കി അതും അസറ്റിന്റെ ആദ്യത്തെ കോസ്റ്റിന്റെ കൂടെ ചേർക്കണം. ഈ ഉദാഹരണത്തില് എണ്ണക്കിണറിന് 10 മില്യൺ നിർമ്മാണ ചെലവ്, പിന്നെ 20 വർഷം കഴിഞ്ഞ് പൊളിക്കാൻ ഒരു 4 മില്യൺ വരും. അതിന്റെ ഇന്നത്തെ മൂല്യം ഒരു 1.5 മില്യൺ ആണെങ്കിൽ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 11.5 മില്യൺ ആവും. അതെ, 10 + 1.5 മില്യൺ, അങ്ങനെ 11.5 മില്യൺ. എന്നാൽ എല്ലാ ചെലവും ഇങ്ങനെ അസറ്റിന്റെ കോസ്റ്റിൽ കൂട്ടാൻ പറ്റില്ല എന്നും പറയുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല, പറ്റില്ല. ഇപ്പോ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്, അതൊന്നും ചേർക്കാൻ പറ്റില്ല. പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ചെലവ്, പരസ്യം, അതൊന്നും പാടില്ല. പിന്നെ അബ്നോർമലായിട്ടുള്ള നഷ്ടങ്ങൾ, ഇപ്പോൾ സാധനം കൊണ്ടുവരുമ്പം എന്തെങ്കിലും ഡാമേജ് പറ്റി, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കേടായി, ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 1ൽ പറയുന്ന പോലെ, അതൊന്നും അസറ്റ് കോസ്റ്റിൽ വരില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസറ്റിനെ വർക്കിംഗ് കണ്ടീഷനിലാക്കാൻ ആവശ്യമുള്ള സാധാരണ ചെലവും പിന്നെ നമ്മുടെ കാര്യക്ഷമതയില്ലായ്മ കൊണ്ടുവരുന്ന അസാധാരണ ചെലവും തമ്മിൽ വേർതിരിക്കണം. നോർമൽ കോസ്റ്റ് മാത്രമേ കൂട്ടാവൂ. ഓക്കെ, അത് ക്ലിയറായി. ഇനി അസറ്റ് വാങ്ങി ഉപയോഗം തുടങ്ങി,
അതിനുശേഷം വരുന്ന ചെലവുകൾ, അതായത് സബ്സീക്വന്റ് എക്സ്പെൻഡിച്ചർ, അതെങ്ങനെയാ? ഉദാഹരണത്തിന് ഒരു മെഷീൻ റിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് മാറ്റി പുതിയത് വെച്ചു. ഈ ചെലവൊക്കെ എങ്ങനെ കാണിക്കും? എപ്പോഴാത് അസറ്റിന്റെ വില കൂട്ടുക, എപ്പോഴാണ് വെറും എക്സ്പെൻസായി എഴുതുക? ഇവിടെയും നമ്മൾ ആദ്യം പറഞ്ഞ അതേ റൂൾസ്, ആ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ തന്നെയാണ് നോക്കേണ്ടത്. പിന്നീട് വരുന്ന ഒരു ചെലവ് അസറ്റിന്റെ കോസ്റ്റിൽ ചേർക്കണമെങ്കിൽ, അതായത് ക്യാപിറ്റലൈസ് ചെയ്യണമെങ്കിൽ, ആ ചെലവ് കാരണം ആ അസറ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കൂടണം. അതായത് ആ ചെലവ് കൊണ്ട് ഒന്നുകിൽ അസറ്റിന്റെ ലൈഫ് കൂടും, അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി കൂടും, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൂടും, അതുമല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയും. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഇല്ലസ്ട്രേഷൻ 2-ൽ പറയുന്ന പോലെ ഒരു സാധാരണ സർവീസ് ഒരു $10,000 അത് അസറ്റ് കോസ്റ്റിൽ വരില്ല. കാരണം അത് പഴയ അവസ്ഥ നിലനിർത്താനേ സഹായിക്കുന്നുള്ളൂ. പക്ഷേ മെഷീന്റെ സ്പീഡ് കൂട്ടുന്ന, കൂടുതൽ പ്രൊഡക്ഷൻ തരുന്ന ഒരു പുതിയ പാർട്ട് വെച്ചാൽ $20,000, അത് ഭാവിയിൽ ബെനഫിറ്റ് കൂട്ടുന്നതുകൊണ്ട് അസറ്റ് കോസ്റ്റിൽ വരും, അല്ലേ? അതെ അതെ, വളരെ ശരിയാണ്. ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. ഈ ചെലവ് ഭാവിയിലെ നേട്ടം ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ അതോ നിലവിലുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുകയാണോ? സാധാരണ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ രണ്ടാമത്തെ ടൈപ്പാണ്. അത് P&L-ൽ എക്സ്പെൻസായി പോകും. വലിയ അപ്ഗ്രേഡ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ മേജർ ഇൻസ്പെക്ഷൻസ് ഒക്കെ ആദ്യത്തെ കാറ്റഗറിയിൽ വരും. അത് ക്യാപിറ്റലൈസ് ചെയ്യും. ഓക്കെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, അസറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കാലക്രമേണ അതിന്റെ വാല്യൂ കുറയുമല്ലോ. അതാണല്ലോ ഡിപ്രിസിയേഷൻ, മൂല്യത്തകർച്ച. IAS 16 എന്താണ് ഡിപ്രിസിയേഷനെ പറ്റി പറയുന്നത്? ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിന്റെ ഡിപ്രീഷ്യബിൾ എമൗണ്ട് അതിന്റെ യൂസ്ഫുൾ ലൈഫിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. സിമ്പിളായി പറഞ്ഞാൽ അസറ്റിന്റെ കോസ്റ്റിനെ അത് ബെനിഫിറ്റ് തരുന്ന കാലയളവിലേക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന രീതി. ഈ ഡിപ്രീഷ്യബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അസറ്റിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ റീവാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട്, അതിൽ നിന്ന് അതിന്റെ റെസിഡ്യുവൽ വാല്യൂ കുറച്ചുള്ള തുകയാണ്. റെസിഡ്യുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ അസറ്റ് അതിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ് ഒഴിവാക്കുമ്പോൾ, വിൽക്കുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വിലയാണ്. വിൽക്കാനുള്ള ചെലവൊക്കെ കഴിച്ചിട്ടുള്ള വില. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ടല്ലോ. ഉണ്ട്. സാധാരണയായിട്ട് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എല്ലാ വർഷവും ഒരേ എമൗണ്ട്. റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് തുടക്കത്തിൽ കൂടുതൽ പിന്നെ കുറഞ്ഞു വരും. യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ് എത്ര യൂണിറ്റ് ഉണ്ടാക്കി എന്നതിനനുസരിച്ച്. ഇതൊക്കെയാണ് കോമൺ. ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്നത് ആ അസറ്റിൽ നിന്ന് എക്കണോമിക് ബെനിഫിറ്റ്സ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നതിന് ആശ്രയിച്ചിരിക്കും. ആ പാറ്റേൺ ഏതാണോ അതിന് മാച്ച് ചെയ്യുന്ന മെത്തേഡ് വേണം സെലക്ട് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഈ യൂസ്ഫുൾ ലൈഫും റെസിഡ്യുവൽ വാല്യൂവും സ്ഥിരമായിരിക്കില്ല. എല്ലാ വർഷവും അവസാനം ഇതൊന്ന് റിവ്യൂ ചെയ്യണം. നമ്മുടെ എസ്റ്റിമേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അത് പ്രോസ്പെക്റ്റീവായിട്ടാണ് ചെയ്യുക, അല്ലേ? അതായത് മുന്നോട്ടുള്ള വർഷങ്ങളിൽ. അതെ, അതൊരു ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് എസ്റ്റിമേറ്റ് ആയിട്ടാണ് കാണുക. പഴയ കണക്കുകൾ മാറ്റേണ്ട. ഇനിയിപ്പോ ഒരു വലിയ അസറ്റിന് പല ഭാഗങ്ങളുണ്ട്. അതിന് ഓരോന്നിനും വേറെ വേറെ ലൈഫാണെങ്കിലോ? ഒരു ഫ്ലൈറ്റ് പോലെ എഞ്ചിനൊരു ലൈഫ്, സീറ്റിന് വേറെ ഒന്ന്. അത് നല്ല പോയിന്റാണ്. അപ്പോഴാണ് കോമ്പോണന്റ് ഡിപ്രീസിയേഷൻ വരുന്നത്. ഒരു അസറ്റിന്റെ ടോട്ടൽ കോസ്റ്റില് കാര്യമായ ഭാഗം വരുന്ന ഓരോ കോമ്പണന്റിനും വേറെ വേറെ യൂസ്ഫുൾ ലൈഫാണെങ്കിൽ ആ ഓരോ കോമ്പണന്റിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യണം അതിന്റെ സ്വന്തം ലൈഫിന്റെ മുകളിൽ. ഇല്ലസ്ട്രേഷൻ 5-ലെ ആ ഫ്ലൈറ്റ് ഓവർഹോളിന്റെ കാര്യം നോക്കൂ. ഫ്ലൈറ്റിന്റെ സ്ട്രക്ചറിന് 20 വർഷം ലൈഫ്. പക്ഷെ ഓരോ 5 കൊല്ലം കൂടുമ്പോഴും ഒരു മേജർ ഓവർഹോൾ ചെയ്യണം. അതിന് 5 മില്യൺ ചെലവാവും. അപ്പോൾ ഈ 5 മില്യൺ ഒരു കോമ്പണന്റായി കണ്ട് അതിനെ 5 വർഷം കൊണ്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യണം. ബാക്കിയുള്ള ഫ്ലൈറ്റിന്റെ കോസ്റ്റിന് 20 വർഷം കൊണ്ടും. അപ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് ചെലവ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഓരോ പാർട്ടിന്റെയും കോസ്റ്റ് അത് ഉപയോഗിക്കുന്ന കാലയളവിലേക്ക് തന്നെ മാച്ച് ആവും. മാച്ചിങ് പ്രിൻസിപ്പിളിന് ഇത് നല്ലതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് കോസ്റ്റ് മോഡലാണ്, അതായത് കോസ്റ്റിൽ കാണിക്കുക, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. പക്ഷേ IAS 16 വേറൊരു ഓപ്ഷനും കൊടുക്കുന്നുണ്ടല്ലോ, റീവാലുവേഷൻ മോഡൽ. അതെന്താ? ഈ മോഡലിൽ അസറ്റിനെ അതിന്റെ റീവാല്യൂഡ് എമൗണ്ടിൽ കാണിക്കും. ഈ റീവാല്യൂഡ് എമൗണ്ട് എന്ന് പറയുന്നത് സാധാരണയായി അതിന്റെ അന്നത്തെ ഫെയർ വാല്യൂ, ന്യായവിലയായിരിക്കും.
ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ അറിവുള്ള രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു ആംസ് ലെങ്ത് ട്രാൻസാക്ഷനിൽ കൈമാറാൻ സാധ്യതയുള്ള വില. ഈ ഫെയർ വാല്യൂവിൽ നിന്ന് പിന്നെ വരുന്ന ഡിപ്രീസിയേഷനും ഇമ്പയർമെന്റ് ലോസും കുറയ്ക്കണം. അപ്പോ റീവാല്യൂ ചെയ്യുമ്പോൾ വാല്യൂ കൂടാം കുറയാം. അത് അക്കൗണ്ട്സിൽ എങ്ങനെ കാണിക്കും? വാല്യൂ കൂടുകയാണെങ്കിൽ, അതായത് ഒരു ഗെയിൻ ഉണ്ടാവുകയാണെങ്കിൽ, ആ കൂടിയ തുക സാധാരണയായിട്ട് ഓദർ കോംപ്രഹെൻസീവ് ഇൻകം OCI എന്ന സെക്ഷനിൽ റീവാല്യുവേഷൻ സർപ്ലസ് ആയിട്ടാണ് കാണിക്കുക. അത് ഇക്വിറ്റിയുടെ ഭാഗമാകും. പക്ഷേ ശ്രദ്ധിക്കണം, ഇതേ അസറ്റിന് മുമ്പൊരു ലോസ് വന്ന് അത് P&L എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ഗെയിന് ആദ്യം ആ ലോസ് റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കും. ബാക്കിയേ OCIയിലേക്ക് പോകൂ. ഓക്കെ. ഇനി വാല്യൂ കുറഞ്ഞാലോ? ലോസ് വന്നാൽ? ലോസ് വന്നാൽ അത് സാധാരണയായി P&L ലാഭനഷ്ടക്കണക്കിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. എന്നാൽ ഇതേ അസറ്റിനു മുമ്പൊരു റീവാല്യുവേഷൻ സർപ്ലസ് OCIയിലുണ്ടെങ്കിൽ ഈ പുതിയ ലോസ് ആദ്യം ആ സർപ്ലസ് കുറയ്ക്കാൻ ഉപയോഗിക്കും. അതിലും കൂടുതൽ ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി P&Lലേക്ക് പോകൂ. ഇലിസ്ട്രേഷൻ 6ലെ ബിൽഡിംഗിന്റെ കാര്യം നോക്കിയാൽ 1.056 മില്യണിൽ നിന്ന് 1.4 മില്യണായി വാല്യൂ കൂടി. അപ്പോൾ 344,000 നേട്ടം OCIയിലേക്ക് പോയി. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. റീവാല്യുവേഷൻ റെഗുലറായിട്ട് ചെയ്യണം. കണക്കിലെ വിലയും ഫെയർ വാല്യൂവും തമ്മിൽ വലിയ വ്യത്യാസം വരാതിരിക്കാൻ. 2. ഒരു ക്ലാസ് ഓഫ് അസറ്റ്സ്, ഇപ്പോൾ എല്ലാ ബിൽഡിംഗ്സും, അത് റീവാല്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ ക്ലാസ്സിലെ എല്ലാ അസറ്റ്സും ചെയ്യണം. ഇഷ്ടമുള്ളത് മാത്രം എടുത്ത് ചെയ്യാൻ പറ്റില്ല. ചെറി പിക്കിംഗ് പാടില്ല. മനസ്സിലായി. ഇനി ഇങ്ങനെ റീവാല്യൂ ചെയ്തൊരു അസറ്റ് പിന്നെ വിറ്റാൽ, ഡിസ്പോസ് ചെയ്താൽ, ആ OCIയിൽ കിടക്കുന്ന റീവാല്യുവേഷൻ സർപ്ലസിന് എന്ത് സംഭവിക്കും? വിൽക്കുമ്പോൾ സാധാരണ പോലെ പ്രോഫിറ്റ് ഓൺ ഡിസ്പോസലോ ലോസ് ഓൺ ഡിസ്പോസലോ കണക്കാക്കും. വിറ്റ വിലയും അന്നത്തെ ക്യാരിയിങ് എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസം P&Lലേക്ക് പോകും. പക്ഷേ ആ വിറ്റ അസറ്റിന് വേണ്ടി OCIയിലുണ്ടായിരുന്ന റീവാല്യുവേഷൻ സർപ്ലസിന്റെ ബാക്കി അത് P&L വഴിയല്ല മാറ്റുന്നത്. അത് നേരിട്ട് റീറ്റെയിൻഡ് ഏർണിംഗ്സിലേക്ക് മാറ്റും. ഇക്വിറ്റിക്കുള്ളിൽ തന്നെയുള്ളൊരു ട്രാൻസ്ഫർ. ഓക്കെ, അത് ക്ലിയറായി. ഇനി നമുക്ക് IAS 20യിലേക്ക് വരാം. ഗവൺമെന്റ് ഗ്രാന്റ്സ്. ഗവൺമെന്റ് ചിലപ്പോൾ കാശ് തരുമല്ലോ, അസറ്റ് വാങ്ങാനോ മറ്റോ. അതെങ്ങനെ കാണിക്കും? അതെ, അതാണ് IAS 20 പറയുന്നത്. ഗവൺമെന്റ് തരുന്ന സഹായമാണ് ഗ്രാന്റ്. ഇത് 2 ടൈപ്പ് ഉണ്ട്: റവന്യൂ ഗ്രാന്റ്, ക്യാപിറ്റൽ ഗ്രാന്റ്. നമുക്ക് ക്യാപിറ്റൽ ഗ്രാന്റിൽ, അതായത് അസറ്റ് വാങ്ങാൻ കിട്ടുന്ന ഗ്രാന്റിൽ ഫോക്കസ് ചെയ്യാം. ഇത് അക്കൗണ്ട് ചെയ്യാൻ IAS 20 2 മെത്തേഡ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്നാമത്തെ മെത്തേഡ്, കിട്ടിയ ഗ്രാന്റ് എമൗണ്ട് അസറ്റിന്റെ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ അസറ്റ് കുറഞ്ഞ വിലയിൽ കാണിക്കും, ഡിപ്രീസിയേഷനും ആ കുറഞ്ഞ വിലയുടെ മുകളിലായിരിക്കും. രണ്ടാമത്തെ മെത്തേഡ്, ഗ്രാന്റിനെ ഒരു ഡെഫേർഡ് ഇൻകം ആയിട്ട് കാണിക്കുക. അതായത് ഗ്രാന്റ് കിട്ടുമ്പോൾ ഒരു ലയബിലിറ്റി പോലെ കാണിക്കും, എന്നിട്ട് അസറ്റിന്റെ ലൈഫ് ടൈമിൽ സാധാരണയായി ഡിപ്രീസിയേഷന് ആനുപാതികമായി കുറേശ്ശെയായി P&Lൽ ഇൻകമായിട്ട് മാറ്റിയെഴുതും. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗിൽ 5-ൽ ഒരു ഉദാഹരണമുണ്ടല്ലോ. 100K മെഷീനിന് 15K ഗ്രാന്റ്. അതെ, മെത്തേഡ് 1 ആണെങ്കിൽ മെഷീൻ 85Kയിൽ കാണിക്കും. മെത്തേഡ് 2 ആണെങ്കിൽ മെഷീൻ 100Kയിൽ കാണിക്കും, കൂടെ 15K ഡെഫേർഡ് ഇൻകം ലയബിലിറ്റിയായും കാണിക്കും. അന്തിമമായി P&Lൽ വരുന്ന നെറ്റ് എഫക്റ്റ് ഒരുപോലെ ആവാം, പക്ഷെ ബാലൻസ് ഷീറ്റിലെ ഫിഗേഴ്സ് വ്യത്യാസമുണ്ടാകും. എന്തിനാണ് ഈ 2 മെത്തേഡും? ഒരെണ്ണം പോരെ? നല്ല ചോദ്യം. ആദ്യത്തെ മെത്തേഡ് കോസ്റ്റിൽ നിന്ന് കുറയ്ക്കുന്നത് ചിലപ്പോൾ സിമ്പിളായി തോന്നും. രണ്ടാമത്തെ മെത്തേഡിന്റെ ഒരു ഗുണം ഡെഫേർഡ് ഇൻകം മെത്തേഡ് എല്ലാ അസറ്റ്സും അതിന്റെ ഗ്രോസ് കോസ്റ്റിൽ തന്നെ കാണിക്കാൻ പറ്റുമെന്നതാണ്. ഗ്രാന്റ് കിട്ടിയോ ഇല്ലയോ എന്നത് മാറ്റർ ചെയ്യില്ല. ഇത് ചിലപ്പോൾ കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടായിരിക്കാം രണ്ടും അനുവദിക്കുന്നത്. ഗ്രാന്റ് കിട്ടിയ വ്യവസ്ഥ തെറ്റിച്ചാൽ തിരിച്ചെടുക്കേണ്ടി വരുമോ? വരാം. അപ്പോൾ എന്ത് ചെയ്യണമെന്നും IAS 20 പറയുന്നുണ്ട്. അത് നമ്മൾ ഏത് മെത്തേഡാണോ ആദ്യം ഉപയോഗിച്ചതെന്നതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് മാറും. ശരി. ഇനി അടുത്തത് IAS 23, ബോറോയിങ് കോസ്റ്റസ്, കടമെടുക്കുന്നതിന്റെ ചിലവ്. ഇപ്പോ ഒരു വലിയ ഫാക്ടറി ഉണ്ടാക്കാൻ ലോൺ എടുത്തു, അതിന്റെ പലിശ അതും ഫാക്ടറിയുടെ കോസ്റ്റിൽ കൂട്ടുമോ? സാധാരണഗതിയിൽ പലിശയൊക്കെ P&Lൽ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുക. പക്ഷേ IAS 23 പറയുന്നത് ഒരു ക്വാളിഫയിങ് അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നേരിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ പലിശ നിർമ്മാണ കാലയളവിൽ അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ചേർക്കണം, ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ്. ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഉപയോഗിക്കാനോ വിൽക്കാനോ റെഡിയാക്കാൻ അത്യാവശ്യം നല്ല സമയം,
ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കുന്ന ഒന്നായിരിക്കണം. ഈ പലിശ എപ്പോ മുതൽ കൂട്ടിത്തുടങ്ങണം, എപ്പോ നിർത്തണം? 3 കണ്ടീഷൻസ് ഒരേ സമയം മീറ്റ് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റലൈസേഷൻ തുടങ്ങാൻ പറ്റുക. 1, അസറ്റിന് വേണ്ടി കാശ് ചെലവാക്കാൻ തുടങ്ങിയിരിക്കണം. 2, ലോണിന് പലിശ വരാൻ തുടങ്ങിയിരിക്കണം. 3, അസറ്റ് റെഡിയാക്കാനുള്ള പണികൾ നടക്കുന്നുണ്ടായിരിക്കണം. ഈ 3ഉം ഓക്കെ ആയാൽ തുടങ്ങാം. അസറ്റിന്റെ പണി ഏറെക്കുറെ തീരുമ്പോൾ, സബ്സ്റ്റാൻഷ്യലി കംപ്ലീറ്റ് ആകുമ്പോൾ ക്യാപിറ്റലൈസേഷൻ നിർത്തണം. പണി ഇടയ്ക്ക് നിർത്തിവെച്ചാലോ? നിർമ്മാണം ഇടയ്ക്ക് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കാലയളവിലെ പലിശ സാധാരണയായി ക്യാപിറ്റലൈസ് ചെയ്യില്ല. ഇനി കടമെടുത്ത പണം ആ അസറ്റിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ ആ ലോണിന്റെ പലിശയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. പക്ഷേ കമ്പനിയുടെ ജനറൽ ബോറോയിങ്സിൽ നിന്നാണ് പണമെടുക്കുന്നതെങ്കിലോ? പല ലോണുകളുണ്ടാവാം അല്ലേ? അതെ. അപ്പോൾ ആ ലോണുകളുടെ എല്ലാം ഒരു വെയ്റ്റഡ് ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിച്ച് ആ റേറ്റ് വെച്ചാണ് അസറ്റിന് വേണ്ടി ചെലവാക്കിയ തുകയുടെ പലിശ കണക്കാക്കി ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. ഇല്ലസ്ട്രേഷൻ 8 അത് പറയുന്നുണ്ട്. ഇതിലൊരു രസമുള്ള കാര്യം, ലോൺ എടുത്ത പണം മുഴുവൻ ഉടനെ ഉപയോഗിച്ചില്ല. അത് താൽക്കാലികമായി എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തൊരു വരുമാനം കിട്ടിയാൽ എന്തു ചെയ്യും? അത് നല്ല പോയിന്റാണ്. അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഇൻകം കിട്ടിയാൽ അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോട്ടൽ ബോറോയിങ് കോസ്റ്റിൽ നിന്ന് കുറയ്ക്കണം. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 6 അതാണ് പറയുന്നത്. നെറ്റ് ബോറോയിങ് കോസ്റ്റ് മാത്രമേ അസറ്റിന്റെ കൂടെ കൂട്ടാവൂ. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അവസാനത്തെ സ്റ്റാൻഡേർഡ് IAS 40, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി, നിക്ഷേപ വസ്തു. ഒരു പ്രോപ്പർട്ടിയെ എപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുക? അത് സാധാരണ PPEയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പ്രധാന വ്യത്യാസം അതിന്റെ ഉപയോഗത്തിലാണ്. IAS 40 പ്രകാരം ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ രണ്ടും കൂടിയതോ ആകാം. അത് കൈവശം വെച്ചിരിക്കുന്നത് ഒന്നുകിൽ വാടകയ്ക്ക് കൊടുത്ത് വരുമാനമുണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ വില കൂടുമെന്ന് കണ്ട് ക്യാപിറ്റൽ അപ്രീസിയേഷനു വേണ്ടി, അതുമല്ലെങ്കിൽ രണ്ടിനും കൂടി. അത് കമ്പനി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാവരുത്. അതായത് പ്രൊഡക്ഷനോ അഡ്മിനിസ്ട്രേഷനോ. അങ്ങനെയുള്ളത് IAS 16 പ്രകാരം PPE ആണ്. പിന്നെ സാധാരണ ബിസിനസിന്റെ ഭാഗമായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്റ്റോക്കും ആവരുത്. IAS 2. അപ്പോൾ ഇതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് IAS 16ൽ നിന്ന് വ്യത്യാസമുണ്ടോ? ഉണ്ട്. തുടക്കത്തിൽ കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്ത ശേഷം IAS 40 2 മോഡൽസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്ന് കോസ്റ്റ് മോഡൽ, അത് IAS 16 പോലെ തന്നെ. രണ്ടാമത്തത് ഫെയർ വാല്യൂ മോഡൽ. ഇതാണ് വ്യത്യാസം. ഈ മോഡലാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഓരോ റിപ്പോർട്ടിംഗ് ഡേറ്റിലും അസറ്റിനെ അന്നത്തെ ഫെയർ വാല്യൂയിലേക്ക് മാറ്റണം. ഈ ഫെയർ വാല്യൂ മാറ്റം കാരണം വരുന്ന ഗെയിനോ ലോസോ അത് നേരെ P&Lലേക്ക്, ലാഭനഷ്ടക്കണക്കിലേക്ക് പോകും. OCAയിലേക്കല്ല. അല്ല. അതാണ് IAS 16 റീവാലുവേഷനിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം. അവിടെ ഗെയിൻ OCAയിലേക്കാണല്ലോ പോയത്, ഇവിടെ P&Lലേക്ക്. വേറൊരു വ്യത്യാസം, ഫെയർ വാല്യൂ മോഡൽ യൂസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യില്ല. ഓ, അതെന്താ അങ്ങനെ? PPE റീവാല്യൂ ചെയ്യുമ്പോൾ ഗെയിൻ OCAയിൽ, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഫെയർ വാല്യൂ ചെയ്യുമ്പോൾ ഗെയിൻ P&L, ഡിപ്രിസിയേഷനുമില്ല. അതിന്റെ ലോജിക്ക് ഒരുപക്ഷെ അതിന്റെ ഉദ്ദേശത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ്. PPE ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അതിന്റെ വില കൂടുന്നത് ഒരു അൺറിയലൈസ്ഡ് ഗെയിൻ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്നത് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്കാണ്. അതിന്റെ വാല്യൂ കൂടുന്നതും കുറയുന്നതും ആ ഇൻവെസ്റ്റ്മെന്റിന്റെ പെർഫോമൻസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് P&Lൽ കാണിക്കുന്നു. ഡിപ്രീസിയേഷൻ ഇല്ലാത്തത് കാരണം അതിന്റെ വാല്യൂ ഫെയർ വാല്യൂയിലേക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടാകാം. ഇനി ഒരു പ്രോപ്പർട്ടിയുടെ ഉപയോഗം മാറിയാലോ? സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ച ബിൽഡിംഗ് PPE, പിന്നെ വാടകയ്ക്ക് കൊടുത്തു, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. ട്രാൻസ്ഫേഴ്സ്. അത് സംഭവിക്കാം. ഉപയോഗം മാറുന്ന ഡേറ്റില് ആ അസറ്റിന് ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് മറ്റേതിലേക്ക് മാറ്റണം. അതിനും റൂൾസ് ഉണ്ട്. ഇപ്പോ കോസ്റ്റ് മോഡലിലുള്ള PPEയെ ഫെയർ വാല്യൂ മോഡലിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആക്കുമ്പോൾ മാറുന്ന ഡേറ്റില് ആദ്യം അതിനെ IAS 16 അനുസരിച്ച് റീവാല്യൂ ചെയ്യണം, അന്നത്തെ ഫെയർ വാല്യൂയിലേക്ക്. ആ റീവാല്യൂവേഷനിലെ ഗെയിനോ ലോസോ IAS 16 റൂൾ വെച്ച് ഗെയിൻ OCI, ലോസ് P&L ട്രീറ്റ് ചെയ്ത ശേഷം ആ ഫെയർ വാല്യൂയിൽ വേണം ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് കാണിക്കാൻ. തിരിച്ചാണെങ്കിലോ, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി PPE ആക്കിയാൽ? ഫെയർ വാല്യൂ മോഡലിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി PPE ആക്കുമ്പോൾ മാറുന്ന ഡേറ്റിലെ ഫെയർ വാല്യൂ ആയിരിക്കും ആ പുതിയ PPEയുടെ ഡീംഡ് കോസ്റ്റ്, അതായത് തുടർന്നുള്ള കോസ്റ്റ്. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 9 അത് പറയുന്നുണ്ട്.
$12 മില്യൺ ഫെയർ വാല്യൂ ഉള്ളത് PPA ആക്കുമ്പോൾ $12 മില്യൺ അതിന്റെ കോസ്റ്റായിട്ട് എടുക്കും. അപ്പോ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ഈ IA-16, 20, 23, 40 ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കിയല്ലോ. കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഡിപ്രീസിയേഷൻ, റീവാലുവേഷൻ, ഗ്രാന്റ്, പലിശ, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി, ഇതിന്റെയൊക്കെ ഒരു കാതലെന്തായിരിക്കും? ശരിക്കും ഇതിന്റെ എല്ലാം ബേസിക് ഐഡിയ ഒന്ന് തന്നെയാണ്. ഈ ലോങ് ടേം അസറ്റുകൾ, ഈ ടാഞ്ചിബിൾ അസറ്റുകൾ, അവയുടെ എക്കണോമിക് റിയാലിറ്റി എന്താണോ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കഴിയുന്നത്ര കൃത്യമായി കാണിക്കുക. അതിന്റെ കോസ്റ്റ്, അതിന്റെ ഉപയോഗം, അതിന്റെ വാല്യൂവിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ക്ലിയർ ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുക. അതിനൊരു ഫ്രെയിംവർക്ക് കൊടുക്കുകയാണ് ഈ സ്റ്റാൻഡേർഡ്സ് ചെയ്യുന്നത്. അപ്പോ ഈ നിയമങ്ങളൊക്കെ ഈ റിപ്പോർട്ട്സ് വായിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് എങ്ങനെയാ ഗുണം ചെയ്യുന്നത്? പ്രധാനമായും 2 കാര്യങ്ങൾ: ട്രാൻസ്പെറൻസിയും കമ്പാരബിലിറ്റിയും, അതായത് സുതാര്യതയും താരതമ്യം ചെയ്യാനുള്ള കഴിവും. മിക്കവാറും കമ്പനികൾ ഒരേ റൂൾസ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ പെർഫോമൻസും പൊസിഷനും മറ്റൊന്നുമായിട്ട് ഒരു പരിധിവരെ താരതമ്യം ചെയ്യാൻ പറ്റും. അവർ പറയുന്ന ലാഭവും ആസ്തിയുടെ കണക്കുമൊക്കെ എത്രത്തോളം റിലയബിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇൻവെസ്റ്റേഴ്സിനും ലെൻഡേഴ്സിനുമൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. കമ്പനി അവരുടെ കയ്യിലുള്ള റിസോഴ്സസ്, ഈ ആസെറ്റ്സ് എത്ര നന്നായി ഉപയോഗിക്കുന്നു എന്നും ഒരു ഐഡിയ കിട്ടും. ശരിയാണ്. ഇനിയിപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മളിന്ന് സംസാരിച്ചത് മുഴുവൻ ടാഞ്ചിബിൾ അസറ്റ്സിനെ പറ്റിയാണല്ലോ, കാണാനും തൊടാനും പറ്റുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് പല കമ്പനികളുടെയും വലിയൊരു വാല്യൂ ഇരിക്കുന്നത് അവരുടെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിലാണ്. ബ്രാൻഡ് നെയിം, പേറ്റന്റ്, സോഫ്റ്റ്വെയർ, റിസർച്ചിലൂടെ കിട്ടിയ അറിവ്, അതൊക്കെ. നമ്മളിന്ന് പറഞ്ഞ ഈ റെക്കഗ്നിഷൻ, മെഷർമെന്റ്, യൂസ്ഫുൾ ലൈഫ് കണ്ടുപിടിക്കുക, ഈ ഐഡിയാസൊക്കെ ഈ ഇൻടാഞ്ചിബിൾ, കുറച്ചുകൂടി കോംപ്ലക്സ് ആയ അസറ്റ്സിന്റെ കാര്യത്തിൽ എത്രത്തോളം വർക്ക് ചെയ്യും? അവിടെ ഈ പ്രിൻസിപ്പിൾസ് വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ? ഒരുപക്ഷെ വേറൊരു ദിവസം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തായാലും അക്കൗണ്ടിങ്ങിലെ ഈ ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റുകളെക്കുറിച്ചുള്ള ഈ വിശദമായ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് വളരെ നന്ദി.